സർ 23-ാം തീയതി രാവിലെ ഒരു 10-10:30 മണിയൊക്കെ ആവുമ്പോൾ അറിയാം നിലമ്പൂരിലെ വിജയ് ആരെന്ന്. പൊതുവെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത് UDF ജയിക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ ജയിക്കുന്നത് UDF ആണെങ്കിൽ ഈ LDFിൻ്റെ സ്ഥിതി എന്തായിത്തീരും? കാരണം ഭാവിയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ തുടർഭരണം കൊതിച്ചിരിക്കുന്ന LDFിന്, പിണറായി വിജയന്, CPMന്, CPIക്ക് ഒക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ പരാജയത്തെ അവർ എങ്ങനെ അഭിമുഖീകരിക്കും? 23-ാം തീയതി നിലമ്പൂരിലെ ഫലം വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നിലമ്പൂരിലെ റിസൾട്ട് മാത്രമല്ല, കൂടാതെ 2026 കേരള ഭരണം എങ്ങോട്ട് തിരിയും എന്നുള്ളത് കൂടി അവിടെ നിന്ന് കിട്ടും. കാരണം അത്തരത്തിലുള്ള ഒരു കടുത്ത സെമി ഫൈനൽ മത്സരം തന്നെയാണ് അവിടെ നടന്നത്. നമുക്കറിയാം, അൻവർ ആദ്യമൊക്കെ അവിടെ സ്ക്രീനിൽ അൻവറിൻ്റെ ചില പ്രസ്താവനകളും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിന്നു. അൻവറിന് അങ്ങനെ വലിയ വോട്ടൊന്നും പിടിക്കില്ലായിരുന്നു കണക്ക് കൂട്ടൽ. പക്ഷേ പിന്നീട് അൻവർ അങ്ങ് മാറി, അൻവർ അങ്ങ് ടോപ്പ് ഗിയറിലേക്ക് അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇരു മുന്നണികൾക്കും ആശങ്കയായി. കാരണം അൻവർ പിടിക്കുന്ന വോട്ട് ആരുടേതെന്നുള്ള, പിണറായിക്കെതിരായിട്ടുള്ള ഭരണത്തിനെതിരായിട്ടുള്ള വോട്ട് അൻവറും പിടിക്കും, UDFും പിടിക്കും, BJPയും പിടിക്കും. പക്ഷെ BJP അവസാനമായപ്പോഴത്തേക്കും അവർക്ക് പഴയ ഉള്ള വോട്ടങ്ങ് നിലനിർത്തണമെന്നായി. ആദ്യം ഒരു 15,000 ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് UDF വിജയിക്കും. UDF ക്യാമ്പുകളിൽ അമിത വിശ്വാസമായി കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിച്ചത് മുഴുവൻ ലീഗാണ്. കോൺഗ്രസ്സുകാരും മനഃപൂർവ്വം അങ്ങനെ മാറിയെന്നല്ല ഞാൻ പറയുന്നത്. ലീഗ് ആ മണ്ഡലം അങ്ങ് നിയന്ത്രിച്ച് കയ്യിലെടുത്തു. കുഞ്ഞാലിക്കുട്ടി തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു, അതിനടുത്ത ദിവസം മുതൽ പോളിംഗ് കഴിയുന്നിടം വരെയും കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവിടെ മണ്ഡലത്തിലെ ഒരു മൊത്തത്തിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു. 1000-ഓളം പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചു എന്ന് പറയുന്നുണ്ട്. UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഉന്നത ചില നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത്. സാധാരണ ഒരു മണ്ഡലത്തിലെ വിജയം ഉണ്ടായി കഴിയുമ്പോൾ കോൺഗ്രസും ലീഗും കൂടി തമ്മിൽ ഒരു ചെറിയൊരു വാക്പോര് നടത്തും. ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് വിജയിച്ചത് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട് ലീഗിൻ്റെ അധ്വാനമാണ് ഇവിടെ മണ്ഡലത്തിൽ കാണാൻ പോകുന്നത്. അല്ല, പണ്ടും ലീഗ് അങ്ങനെ പറയുമായിരുന്നു, മലബാർ ബെൽറ്റ് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് കോൺഗ്രസിനോട്. അത് ആര്യാട് മുഹമ്മദിൻ്റെ അടുത്ത് നടക്കത്തില്ല. ആര്യാട് മുഹമ്മദ് പോടാന്ന് പറയും. ആര്യാട് മുഹമ്മദിനെ അറിയാവുന്ന ആളല്ലേ. അദ്ദേഹം അങ്ങനെ സിഗരറ്റും ഒക്കെ വലിച്ച് പറയുന്ന കാര്യം, ഒരു മണിക്കൂറിൽ എത്രയോ സിഗരറ്റ് വലിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഈ രണ്ടു പേർക്കും, ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂര്. അതെ, ലീഗ് തരം കിട്ടിയാൽ നിലമ്പൂര് കൈക്കലാക്കും ആവശ്യമെങ്കിൽ. കാരണം അവരുടെ ബാർഗൈനിങ് പവർ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നടന്നിരിക്കും. പിന്നെ ഷൗക്കത്ത് പക്ഷേ മുറുകെ പിടിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അല്ല സാർ, ആ നിലമ്പൂരിലെ ഒരു പ്രത്യേകത, അവിടെ 37% ഹിന്ദു വോട്ടും ഒരു 15% ക്രിസ്ത്യൻ വോട്ടും ഉണ്ട്. അതാണ് ലീഗ് ഈ പറഞ്ഞതുപോലെ ചാടി വീണ്, ഇല്ലെങ്കിൽ അവരെന്നേ ആ മണ്ഡലം വിഴുങ്ങി. സംശയം അവർക്ക് ഈസി ആയിട്ട് അവർ കയ്യിലെടുക്കാം. പിന്നെ ആര്യാടൻ മുഹമ്മദുമായിട്ട് അവരത്ര യോജിപ്പൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ്. ആര്യാടന് വലിയ രീതിയിൽ ഹിന്ദു ക്രിസ്ത്യൻ പിന്തുണ കിട്ടി. അല്ല, ആര്യാടൻ മുഹമ്മദ് ഒരു മതേതര സ്വഭാവമുള്ള ആളല്ലേ. ശരിക്കും മുഖ്യമന്ത്രിയാകാൻ തന്നെ യോഗ്യനാണ് അദ്ദേഹം. അപ്പം ഈ ആര്യാടൻ മുഹമ്മദിനോട് കാണിച്ച ദേഷ്യമൊന്നും ഇപ്പം ഷൗക്കത്തിനോട് കാണിക്കുന്നില്ല. അതെന്താണെന്നറിയാമോ? ലീഗിന് 26-ൽ ഭരണം വേണം. കോൺഗ്രസിനേക്കാൾ അത്യാവശ്യം ഇവർക്കാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നാൽ ഒരു ഗുണവും പിടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ലീഗിന്റെ അണികൾ ഒരുപാട് പേർ ഇടതുപക്ഷത്തേക്ക് ചോരും എന്നവർ ഭയപ്പെടുന്നു. ഇടതുപക്ഷത്തേക്ക് നേരിട്ട് പോകില്ല, പക്ഷേ ഈ INL പോലെയുള്ള കക്ഷികളിലേക്ക്, PDP പോലെയുള്ള പാർട്ടികളിലേക്കൊക്കെ ലീഗിലെ അണികൾ
വലിയ തോതിൽ കാല് മാറും എന്ന് ലീഗ് ഭയപ്പെടുന്നുണ്ട്. പക്ഷെ ലീഗിന്റെ നേതൃത്വം അങ്ങോട്ട് പോയാലുണ്ടല്ലോ, ഇവിടെ UDF നടക്കുന്ന ബാർഗെയിനിങ് അവിടെ നടക്കത്തില്ല, CPM-ന്റെ അടുത്ത് നടക്കത്തില്ല. ലീഗിനറിയാം ഒരു കാലത്തും CPM-ലേക്ക് പോയാൽ അവർക്ക് അവിടെ LDF അവർക്ക് പറ്റിയൊരു കൂടാരമല്ല. അല്ല, ഒതുങ്ങി കഴിയേണ്ടി വരും. അതെ, CPI അനുഭവിക്കുന്നുണ്ട്. അതെ, ജോസ് കെ മാണി പോയിട്ട് അവിടെ തൃപ്തനുമല്ല, തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ജോസ് കെ മാണിയെ കൊണ്ടുവരാനായിട്ട് ലീഗും ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ UDF ക്യാമ്പുകളിൽ ഉറച്ച വിശ്വാസവും LDF ക്യാമ്പിൽ ഒരു മ്ലാനതയും നിൽക്കുന്നുണ്ട്. എന്നിട്ട് LDF-ന്റെ CPM പറയുന്നത് സ്വരാജ് ജയിക്കും, ഏറിയാൽ ഒരു 2000 വോട്ടിനെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1630 വോട്ടിനൊക്കെയാണ്. അപ്പോൾ അവിടെ തന്നെ പരുങ്ങലിലാണ് കാര്യങ്ങൾ, അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 2026 ഭരണം UDF-ലേക്ക് മാറുമ്പോൾ LDF-നകത്തുള്ള ചില ഘടകകക്ഷികൾക്കൊക്കെ ഇളക്കം തട്ടാനുള്ള സാധ്യത കളയാൻ പറ്റത്തില്ല. അതിനകത്ത് ഒറ്റയാൾ പട്ടാളങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, ആന്റണി രാജു മാത്രമേ ഉള്ളൂ. ആന്റണി രാജു മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഇല്ല. കോൺഗ്രസ് എസ് ഉണ്ട്, രാമേന്ദ്രൻ കടന്നപ്പള്ളി. അല്ല, പുള്ളി ഇനി മത്സരിക്കത്തില്ല കേട്ടോ, പ്രായമായില്ല. ആ സീറ്റ് CPM അങ്ങ് ഏറ്റെടുക്കും. പിന്നെ ഈ ആന്റണി രാജുവിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, പഴയ വെസ്റ്റ്. അതെ, MBR മത്സരിച്ച് സെൻട്രൽ MBR മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. 2001. അപ്പം ആ സീറ്റ് അങ്ങ് എടുക്കും. ആന്റണി രാജുവിന് വലിയ എതിർപ്പുണ്ട് കേട്ടോ. ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടിരുന്നൊന്നും ഒരു നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആന്റണി രാജു ചിലപ്പോൾ ഇങ്ങോട്ട് വന്നെന്നും ഇരിക്കും. ആന്റണി രാജുവിനെ വലിയ കാര്യമായിട്ട് UDF നോക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയായി, അതായി രാമേന്ദ്രൻ കടന്നപ്പള്ളിയായി. പിന്നെ ഉള്ള ഈ ഒറ്റയാൾ പട്ടാളങ്ങളുണ്ട്. ഗണേഷ് കുമാർ അങ്ങനെ നോക്കണ്ട. ഗണേഷ് കുമാർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും പത്തനാപുരത്ത് ജയിക്കും എന്നുള്ളതാണ്. ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം എവിടെ വേണമെങ്കിലും, എങ്ങോട്ട് വേണമെങ്കിലും ചായ, പക്ഷെ സ്വന്തമായിട്ട് നിന്ന് ജയിക്കും. നമ്മുടെ പണ്ട് 2014 അദ്ദേഹത്തിനോട് വലിയ താല്പര്യം ഇല്ല. 2016 PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് ഒരുത്തരുടെയും പിന്തുണയില്ലാതെ ഈ LDF-ഉം UDF-ഉം ഒന്നും അദ്ദേഹത്തെ സഹായിച്ചില്ലല്ലോ, സുഖമായിട്ട് ജയിക്കുകയും ചെയ്തു. പിന്നീട് SDPI മറ്റിവരെല്ലാം അങ്ങ് കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ പിന്നെ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് ആണുള്ളത്. ജോസ് കെ മാണി ചാടുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. LDF-ന് പരാജയമാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ മാറ്റം ഉണ്ടാകും. ഈ കേരള കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ പള്ളിക്കാരൊക്കെ ഉള്ളത്, ക്രൈസ്തവരുള്ളത് ജോസ് കെ മാണി വിഭാഗത്തിലാണ്. പള്ളിക്കാരും കൂടെ ചേർന്നാണ് കേരള കോൺഗ്രസിന്റെ കാര്യം തീർച്ചയായിട്ടും. സഭകളുടെ പിന്തുണ അവർക്ക് കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അവരുടേതായ ഒരു പ്രതിനിധി വേണം. അപ്പോൾ അത് ഇപ്പോൾ അവർ ജോസ് കെ മാണിയെ ആണ് ആ സ്ഥാനത്ത് കാണുന്നതെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. എന്നാലും തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് ഈ മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ. എങ്കിലും ആ വിടവ് നികത്താൻ തൽക്കാലം ജോസ് കെ മാണി ഉപകരിച്ചേ. സെൻട്രൽ ട്രാവൻകൂറിൽ കുറേ ഓട്ടമുണ്ട് ഇവർക്ക്, അത് പിടിച്ചെടുക്കും. ഇപ്പം തന്നെ കഴിഞ്ഞ തവണ LDF-ൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ റാന്നി മണ്ഡലമൊക്കെ അങ്ങ് കൊടുത്തു. രാജു അബ്രഹാമിൻ്റെ കയ്യിൽ ഇരുന്നതാണ്, അത് കൊടുത്തു. പ്രമോദ് നാരായണനാണ് അവിടുത്തെ MLA. അപ്പോൾ അങ്ങനെ അവിടുന്ന് വോട്ട് സമാഹരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ലീഗ് കേരള കോൺഗ്രസിനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരും കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞ് മുന്നണി വിപുലീകരിച്ച് കഴിഞ്ഞാൽ ശക്തമാകും. അപ്പോൾ ഭരണം ഏതാണ്ട് ഉറപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക്. എനിക്കൊന്ന് 26-ൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം മുഴുവൻ ലീഗാണ് നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിലമ്പൂരിലെ ഫലം ഒരു ചൂണ്ടുപലകയാണ്. കൃത്യമായിട്ട് ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലെ അല്ല. പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂരിൽ. അൻവർ വോട്ട് പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അൻവർ പറയുന്നത് 20-25,000, പക്ഷേ അത്രയും വേണ്ട. അൻവർ എങ്ങനെ വന്നാലും ഒരു 10,000 വോട്ടെങ്കിലും പിടിക്കും. എനിക്ക് തോന്നുന്നു 1ാം സ്ഥാനത്ത് നമ്മുടെ, അതായത് വിജയിക്കുന്നത് ഷൗക്കത്തും ഒരു 15-20 അകത്ത്, 2ാം സ്ഥാനത്ത് സ്വരാജ്, 3ാം സ്ഥാനം അൻവർ, 4ാം സ്ഥാനത്തേക്ക് BJP എത്തുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.